Hi friends, welcome back to my channel 1 million shades. ഇന്ന് നമ്മളൊരു കളർ പെൻസിൽ ഡ്രോയിങ് ആണ്, ഒരു ട്യൂട്ടോറിയലാണ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കെച്ചിങ് മുതൽ ഫുള്ള് കളർ ചെയ്യണം വരെയുള്ള എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ കളർ പെൻസിൽ ഡ്രോയിങ്ങിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മളിന്ന് വരയ്ക്കാൻ മതി ഈ പിക്കാണ്. ലക്ഷ്മി നക്ഷത്രേനെയാണ് നമ്മൾ വരയ്ക്കാൻ. നമ്മൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരയ്ക്കാനായിട്ട്. പിന്നെ ലക്ഷ്മി നക്ഷത്രം ഞാൻ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. എൻ്റെ വീടും കുറുക്കഞ്ചേരിയാണ്, ലക്ഷ്മി നക്ഷത്രയുടെ വീടും കുറുക്കഞ്ചേരിയാണ്. അപ്പോൾ ഇത്ര എടുത്ത് കിടന്നിട്ട് വരയ്ക്കാണ്ടിരിക്കുന്നത്, ഇത്ര നാളുടെ വരയ്ക്കാണ്ടിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ലക്ഷ്മി നക്ഷത്രനാണ് വരയ്ക്കാൻ വേണം. അപ്പോൾ ലക്ഷ്മി നക്ഷത്ര ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. എൻ്റെ അടുത്ത് കുറേ പേര് അപ്പോൾ ചോദിക്കാറുണ്ട് വരയ്ക്കാനായിട്ട് ഏത് ഷീറ്റാണ് യൂസ് ചെയ്യണേന്ന്. ഞാനിവിടെ സ്കോളാറിൻ്റെ 170 GSMൻ്റെ പേപ്പറാണ് യൂസ് ചെയ്യണത്. ഇതെന്ന് വെച്ചാൽ അത്ര ക്വാളിറ്റി പേപ്പർ എന്ന് പറയാൻ പറ്റില്ല, പിന്നെ കട്ടിയും കുറവാണ്. പക്ഷേ അത്യാവശ്യം പെൻസിൽ ഡ്രോയിങ്ങിനായാലും കളർ പെൻസിലായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന, ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അതുപോലെ റേറ്റും കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ, ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യണം. അപ്പോൾ അതിന് ഗ്രിഡ്സ് ഇട്ടെടുക്കുകയാണ്. 2 cm ഇടവിട്ടിട്ടാണ് ഞാൻ യൂഷ്വലി ഗ്രിഡ് ഇട്ടെടുക്കാറ്. നിങ്ങൾ എത്രയാണോ, ചിലവർക്ക് 1 cm ഇടവിട്ട് ഗ്രിഡ് ഇട്ടെടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ലൈൻസ് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രിഡ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പിക്കിലും നമ്മളിവിടെ ഗ്രിഡ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മുകളിൽ കാണിച്ചിട്ട് ഈ ഡ്രോയിങ് ഗ്രിഡ് മേക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫോണിൽ നമ്മൾ ഫോട്ടോയിൽ ഗ്രിഡ് ഇട്ടെടുക്കാറ്. അപ്പോൾ ആദ്യം തന്നെ അത് ഗ്രിഡ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ബോക്സിനകത്തും എങ്ങനെയാണ് വരണേ അതുപോലെ തന്നെ നമ്മുടെ പേപ്പറിലുള്ള ബോക്സിനകത്തും വരച്ചെടുക്കാം. അപ്പോൾ ഗ്രിഡ് മെത്തേഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കണ്ടു നോക്കി നോക്കാം. മിക്കവർക്കും എനിക്ക് തോന്നണേ എല്ലാവർക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് ഗ്രിഡ് മെത്തേഡ് ഫെമിലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങാണ്. നമ്മൾ ഓരോ ബോക്സിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ആ ഫോണിലുള്ള ആ പിക്ക് നമ്മൾ സൂം ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ ഓരോ ബോക്സിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നോക്കി നമ്മുടെ പേപ്പറിലത്തെ ബോക്സിലും ഇതുപോലെ ഓരോ ബോക്സ് ആയിട്ട് വരച്ചെടുക്കുക. ഞാനിവിടെ ആദ്യം തന്നെ ഔട്ട്ലൈൻ ആണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ കണ്ണും മൂക്കൊക്കെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫുള്ള് ആ ഫേസിൻ്റെ ഔട്ട്ലൈനും ഹെയറും ഔട്ട്ലൈൻ ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ണാണ് വരയ്ക്കണത്. കുറേ പേര് കണ്ണ് വരച്ചിട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണ് നമ്മൾ കറക്റ്റായിട്ട് അതിങ്ങനെ സൂം ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ പിരികൻ എവിടെ നിന്നാണ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കുക. അതുപോലെ ആ ഒരു ബോക്സിനകത്ത് എവിടെയാണ് അതിൻ്റെ ആ ഷേപ്പ് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ആ പേപ്പറിലുള്ളതിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മൾ വരച്ചെടുക്കാം. നെക്സ്റ്റ് നമ്മൾ അതുപോലെ തന്നെ കണ്ണും വരച്ചെടുക്കുക. ആദ്യം ആ സ്റ്റാർട്ടിങ്ങും ആ കണ്ണിൻ്റെ എൻഡിങ്ങും എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ ആ ഗ്രിഡിൽ എങ്ങനെയാണോ വന്നേക്കണേന്ന് നോക്കാം. അതുപോലെ ആ കൃഷ്ണമണിയും അതുപോലെ ആ കൺപീലികൾ അവിടെ നിൽക്കുന്നുണ്ട്, അതൊക്കെ അതുപോലെ തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്രിഡ് നമ്മളിങ്ങനെ ഫോണിലുള്ള ഫോട്ടോ സൂം ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഷേപ്പും കേർവ്സൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പേപ്പറിൽ വെച്ച ബോക്സിലും വരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഫുള്ള് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ കടക്കാണ് കളറിങ്. അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ ഡോംസിൻ്റെ കളർ പെൻസിലാണ് യൂസ് ചെയ്യണത്. ഇതിനകത്ത് 24 ഷെയ്ഡാണുള്ളത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളേഴ്സാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇൻറ്റൻറ്റിങ് മെത്തേഡ് വെച്ചിട്ട് വൈറ്റ് ഹെയർസ് ഉള്ളിടത്തൊക്കെ ഒരു മഷി കഴിഞ്ഞ് പാന വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ആ വൈറ്റ് ഹെയർസ് ഇങ്ങനെ എടുത്ത് കാണിക്കും കളർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു ബേസ് കളറായിട്ട് ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് ഞാൻ ബ്ലാക്ക് അല്ല കൊടുക്കണേ. അപ്പോൾ നമ്മളെപ്പോഴും കളർ പെൻസിലിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കളേഴ്സ് യൂസ് ചെയ്താലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. നമ്മളെപ്പോഴും ഡയറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് മുടി ഇപ്പോൾ കറുപ്പല്ലേ, അപ്പോൾ നമ്മൾ ഫുള്ള് കറുപ്പടിച്ചാൽ പോരാ, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മളെപ്പോഴും ഏത് ഡ്രോയിങ് ആയാലും നമ്മൾ ആദ്യം തന്നെ ബേസ് കളർ അടിക്കണം, പിന്നെ അതിന് കഴിഞ്ഞ് ഡാർക്കാക്കി കൊണ്ടുവരാം. അങ്ങനെയാണ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. ആ ഒരു റിയലിസ്റ്റിക് ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ ആണ് ഷെയ്ഡ് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ബേസ് കളറായിട്ട് കൊടുക്കാം, ബ്രൗൺ കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ കൊടുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലൂ വെച്ചിട്ട് ആദ്യം ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ബ്ലാക്ക് വെച്ചിട്ട് ഇനി നമ്മൾ ബാക്കി ഒരു ലെയറും കൂടി കൊടുത്തെടുക്കാൻ വേണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഞാനിപ്പോൾ ഫാസ്റ്റാക്കി ഇടുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി പ്രഷർ കൂട്ടി ചെയ്യണ പോലെ ചെയ്യണേ തോന്നണത്. ശരിക്കും ഞാൻ അധികം പ്രഷർ കൊടുക്കണില്ല. നമ്മൾ ആദ്യം തന്നെ ലൈറ്റ് പ്രഷർ കൊടുത്ത് ചെയ്താൽ മതി. പിന്നെ നമ്മൾ അതിന് ശേഷം ഒരു 2-3 ലെയേഴ്സ് കൊടുത്ത് ഡാർക്കാക്കി വരാണ് ചെയ്യണം.
നമ്മൾ ആദ്യം തന്നെ നല്ല പ്രഷർ കൊടുത്ത് കളർ ചെയ്തെടുക്കല്ല ചെയ്യണേ. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ പാട് പോലെ നിൽക്കും, ഇങ്ങനെ ഒരു സ്ട്രോക്സ് ഇങ്ങനെ എടുത്ത് കാണിക്കും നമ്മൾ വരച്ച ആ സ്ട്രോക്സ്. അപ്പോൾ കൂടുതലും നമ്മളിങ്ങനെ സമയമെടുത്ത് ഓരോ ലെയറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതുപോലെ ഫുള്ള് നമ്മൾ ഹെയർ കളർ ചെയ്തെടുക്കുക. ഇപ്പോൾ ബ്ലാക്ക് കളർ ഇതിന് മുകളിൽ കൂടെ ഒരു ലെയർ കൊടുത്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 സൈഡും ഹെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു സൈഡ് റൈറ്റ് സൈഡ് ഞാൻ ബ്രൗൺ ആണ് ബേസ് കളറായിട്ട് കൊടുത്തിട്ട്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട കളർ അത് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സ്കിന്നാണ് ചെയ്തെടുക്കാൻ പോണേ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഇവിടെ സൈഡിൽ വെച്ചേക്കണ പോലെ ബ്രൗണ്, ലൈറ്റ് ഓറഞ്ച്, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ യെല്ലോ, പിന്നെ ഒരു സ്കിൻ കളർ പോലത്തെ ഒരു കളർ. അത് വെച്ചിട്ടാണ് ഇത്രയും മിനിമലായിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സ്കിൻ കളർ ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ കുറേ കളേഴ്സ് യൂസ് ചെയ്താലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. നമുക്ക് റെഡ് യൂസ് ചെയ്യാം, പിങ്ക് യൂസ് ചെയ്യാം, അങ്ങനെ കുറേ കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഈ ഇത്രയും കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആ ഒരു സ്കിൻ കളർ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ യൂസ് ചെയ്യണത് യെല്ലോ ഷെയ്ഡാണ് ഏറ്റവും ബേസായിട്ട് യൂസ് ചെയ്യണത്. അതിനുശേഷം ലൈറ്റ് ഓറഞ്ച് കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനെല്ലാം ലൈറ്റായിട്ട് ചെറിയ പ്രഷർ കൊടുത്തിട്ടാണ് ചെയ്യണത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പെൻസിൽ എപ്പോഴും ഷാർപ്പൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഏറ്റവും ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് ഉള്ളതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ നെറ്റിയുടെ സെൻറ്ററിൽ ഈ പിക്കിൽ നമുക്ക് നല്ല വെളിച്ചടിക്കുന്ന പോർഷനാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഞാനപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം യെല്ലോ ഷെയ്ഡ് ബേസ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ സ്കിൻ കളറില്ലേ, ആ സ്കിൻ കളർ പോലത്തെ ഒരു കളറ് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ 2 ലെയർ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഏറ്റവും ലൈറ്റായിട്ടുള്ള പോർഷൻസ്. അപ്പോൾ ഈ നെറ്റിയുടെ ഭാഗത്ത് നന്നായിട്ട് വെളിച്ചടിക്കുന്ന പോർഷനാണ്. അപ്പോൾ അവിടെ അധികം ഡാർക്ക് ഷെയ്ഡ്സ് ഒന്നും വന്നിട്ടില്ല. അവിടെ ഞാൻ ഈ 2 കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആദ്യം യെല്ലോ ഷെയ്ഡ് ലൈറ്റായിട്ട് ഒരു ബേസ് കൊടുത്തു, പിന്നെ അതിന് ശേഷം സ്കിൻ കളർ കൊടുത്തു. അപ്പോൾ ആ ഒരു കളർ ചെയ്ത് കിട്ടും. ഇപ്പോൾ ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളേഴ്സ് എത്രമാത്രം വിസിബിളായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആ കളർ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ 2 നെറ്റിയുടെ കറക്റ്റ് സെൻറ്ററിലല്ല 2 സൈഡിലും കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം യെല്ലോ ഷെയ്ഡ് ബേസ് കൊടുക്കുന്നുണ്ട്, പിന്നെ സ്കിൻ കളർ കൊടുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ഡാർക്ക് ആക്കി വരേണ്ട പോർഷൻസിൽ ആ ലൈറ്റ് ഓറഞ്ചും വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബ്രൗണും യൂസ് ചെയ്യാം. ഇതൊക്കെ കൊടുത്തിട്ട് ഡാർക്കറായിട്ടുള്ള പോർഷൻസ് അവിടെ നമ്മൾ ഒന്നുകൂടി ഡാർക്കാക്കി കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ് സ്കിന്നിൻ്റെ കളറ്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ലൈറ്റായിട്ടുള്ള പോർഷൻസ് യെല്ലോ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു തിളക്കുണ്ടാവും ഫേസിന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യെല്ലോ ബേസായിട്ട് കൊടുക്കണേ. പിന്നെ അതുപോലെ ഡാർക്കായിട്ടുള്ള ഈ കോർണേഴ്സിനൊക്കെ നെറ്റിയുടെ സൈഡ് ഭാഗത്തൊക്കെ നമ്മുടെ ബ്രൗൺ കൊണ്ട് കൊടുക്കണേ. അവിടെയൊക്കെ ചെറുതായിട്ട് ഷാഡോ വരുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡ്സ് വരുന്നുണ്ട്. അവിടെ നമ്മൾ ബ്രൗൺ കൊടുത്തിട്ടാണ് ഡാർക്ക് ഷെയ്ഡ്സ് ആക്കി എടുക്കണേ. നമ്മുടെ ബ്രൗണും പിന്നെ ഒരു ലൈറ്റ് ബ്രൗണായിട്ടൊരു ഷെയ്ഡും ഉണ്ട്, അതും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഓറഞ്ചും നല്ലതാണ് ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കാനായിട്ട് സ്കിന്നിൻ്റെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എടുത്തായിട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് കളർ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് എല്ലാം ഷെയ്ഡും കൊടുത്തു കഴിഞ്ഞിട്ട് മൊത്തം ഈ സ്കിൻ കളർ വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഞാനിപ്പോൾ സ്കിൻ കളർ ചെയ്തെടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഈ സെയിം പ്രോസസ്സ് വെച്ചിട്ട് അപ്പോൾ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ണ് ഷെയ്ഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഞാൻ പിരികനും കണ്ണൊന്ന് ബ്രൗൺ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് ഒന്നുകൂടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ബ്രൗൺ വെച്ചിട്ട് ഞാൻ കൊടുക്കണേ. കുറേ പേര് കണ്ണ് വരച്ചിട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണ് നമ്മൾ ആ ഗ്രിഡിലുള്ള പോലെ തന്നെ കേർവ്സും അതൊക്കെ, പിന്നെ ഞാൻ ഡ്രോയിങ് ക്ലാസ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ആ കൈക്കൊരു ഫ്ലുവൻസി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഷേപ്പൊക്കെ അതുപോലെ ആ കേർവ്സൊക്കെ അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ കണ്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾ കുറേ വരച്ചാണ് റെഡി ആവുള്ളൂ. അല്ലാതെ നമ്മൾ വീഡിയോസ് മാത്രം കണ്ടിട്ട് കാര്യമില്ല, അത് വരച്ച് പഠിച്ചാൽ തന്നെയാണ് റെഡി ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വരച്ച് പഠിച്ച് നമ്മൾ റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ണിൻ്റെ ആ കൃഷ്ണമണിയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് കൊടുത്തു. അതുപോലെ പിരികനും നമ്മൾ ആദ്യം ബേസ് കളറായിട്ട് ബ്രൗൺ ഇവിടെ കൊടുത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിരിക നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് നമ്മളിവിടെ ബ്ലാക്ക് വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ബ്ലാക്ക് വെച്ചിട്ട് ഫുള്ള് നമ്മൾ ആ പിരികൻ ഷെയ്ഡ് ചെയ്തെടുക്കാം.
നമ്മൾ അധികം പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൂടുതൽ ആ പിരികിൻ്റെ ഡയറക്ഷനിലേക്ക് എങ്ങനെയാണോ പിരികം വളർന്ന് നിൽക്കണം ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. പിന്നെ സ്ട്രോക്സ് വരച്ച് വരച്ച് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ പിന്നെ അവസാനം ആ ബ്ലാക്കും ബ്രൗണും വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് കണ്ണിൻ്റെ ആ കൃഷ്ണമണിയും കൂടിയും നമ്മൾ ഓൾറെഡി ബ്രൗൺ വെച്ചിട്ട് ഒരു ബേസ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ബ്ലാക്ക് വെച്ചിട്ട് അത് ഔട്ട്ലൈൻ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ ചില പോർഷൻസ് ഇങ്ങനെ വൈറ്റ് ആയിട്ടുണ്ടാവും, മീൻസ് ആ വെളിച്ചടിക്കുന്ന പോർഷൻ, അതൊക്കെ അതുപോലെ തന്നെ ആ വൈറ്റ് ആയിട്ട് തന്നെ വിടാം. അത് കഴിഞ്ഞ് ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ആ കണ്ണിൻ്റെ കൃഷ്ണമണി അതുപോലെ കണ്ണിൻ്റെ മുകളിലുള്ള പോർഷൻസ് ആ ഐലാഷസ് അതൊക്കെ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ചെയ്തെടുക്കുക. ഐലാഷസ് നമ്മൾ വരയ്ക്കാനായിട്ട് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ തുടങ്ങണ പോർഷൻ ഐലാഷ് തുടങ്ങണ പോർഷനിൽ നിന്ന് പ്രഷർ കൂട്ടി പിന്നെ പ്രഷർ ഇല്ലാത്തപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്ത് വിടാം. അങ്ങനെ ചെയ്യാൻ. ഇനി നെക്സ്റ്റ് ആ കണ്ണിൻ്റെ ആ ചുളിവും കൂടി വരച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതും കൂടി വരച്ചാലാണ് ആ കണ്ണ് ഫിനിഷായി കിട്ടുള്ളൂ. അപ്പോൾ ആ ചുളിവുകളുടെ അവിടെ ബ്രൗൺ വെച്ചിട്ട് ഏറ്റവും ആ ചുളിവുള്ള ഭാഗം കൊടുക്കുക. പിന്നെ ഓറഞ്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്കിന്ന് ഓൾറെഡി കളർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞൊന്നുമല്ലോ, ഓറഞ്ച് വെച്ച് ഷെയ്ഡ് ചെയ്യുക, ലൈറ്റ് ഓറഞ്ച് യൂസ് ചെയ്യുക, പിന്നെ യെല്ലോ യൂസ് ചെയ്ത് എല്ലാം കൂടിയിട്ടൊരു മിക്സ് ആക്കിയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഡാർക്കറായിട്ടുള്ള പോർഷൻസിൽ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കൊടുക്കാം. പിന്നെ അതിന് ശേഷം അവസാനം ആ സ്കിൻ കളർ വെച്ച് മൊത്തത്തിൽ അങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പ്രോസസ്സ്. ഇതുപോലെ തന്നെ നമ്മൾ ആ ഫേസിൻ്റെ എല്ലാ പോർഷൻസും ഇങ്ങനെ തന്നെ കളർ ചെയ്താൽ മതി, ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഈ കളേഴ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, ആ ലൈറ്റ് ബ്രൗൺ പോലത്തെ ഒരു കളറ്, പിന്നെ സ്കിൻ കളറ്, പിന്നെ അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ഫുള്ള് നമ്മൾ കളർ ചെയ്തെടുക്കുക. പിന്നെ ഹൈലൈറ്റ് വരുന്ന പോർഷൻസ്, നന്നായിട്ട് വെളിച്ചടിക്കുന്ന പോർഷൻസിൽ നമ്മൾ പറഞ്ഞ പോലെ സ്കിൻ കളറും പിന്നെ ആ യെല്ലോയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ്ചർ അടിച്ചെടുക്കാം. അപ്പം ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ലിപ്സാണ് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇവിടെ ലൈറ്റ് പിങ്ക് പിന്നെ റെഡ് അതും ബ്രൗണ് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിപ്സ് ഷെയ്ഡ് ചെയ്തെടുക്കണേ. പിന്നെ ഞാനിവിടെ ആ പല്ല് നമ്മൾ പ്യുവർ വൈറ്റ് ആയിരിക്കുമല്ലോ, അതിൻ്റെ ഇടയിൽ ഒരു ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ഒരു ബ്രൗൺ ഉണ്ടായിരുന്നില്ലേ, അപ്പം അത് വെച്ചിട്ട് ആ പല്ലിൻ്റെ ഇടയത്തെ ആ ഒരു കളേഴ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല്ലൊക്കെ ഒന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. പല്ലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. കുറേ പേർക്ക് പല്ല് കാട്ടിച്ചിരിക്കുന്നത് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പിക്കിൽ കണ്ട പോലെ എത്ര പല്ലുണ്ടോ അത്രയും പല്ല് കറക്റ്റായിട്ട് വരയ്ക്കണം. പിന്നെ ഗ്രിഡ് മെത്തേഡായിട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആ പൊസിഷനൊന്നും തെറ്റാതെ തന്നെ അതുപോലെ വരയ്ക്കണം. പിന്നെ ഡാർക്കറായിട്ടുള്ള പോർഷൻസ്, ആ ചിരിക്കണ ഫേസ് ആകുമ്പോൾ ആ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലും ഡാർക്കർ ഷെയ്ഡായിരിക്കും. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലിപ്സ് ഓൾമോസ്റ്റ് ശരിയായി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ആദ്യം ചുണ്ടിൻ്റെ കളർ കൊടുക്കാനായിട്ട് ഒരു റെഡും അതുപോലെ പിങ്ക് കളർ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കണേ. നമ്മൾ അതുപോലെ തന്നെ കളർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിന് തന്നെ ഒരു ഓറഞ്ചും പിങ്കും വെച്ചിട്ടൊരു ബേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുള്ള് ഈ ലിപ്പ് ഫുള്ള് നമ്മൾ ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. നമ്മൾ സമയമെടുത്ത് ഓരോ ലെയറായിട്ട് ചെയ്തെടുക്കുക. പിങ്കും അതുപോലെ റെഡ് അതൊക്കെ വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് ഫുള്ള് നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് മുകളിലത്തെ ചുണ്ട് ഓൾമോസ്റ്റ് ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഔട്ട്ലൈനായിട്ട് റെഡ് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കും. പിന്നെ ആ കോർണേഴ്സിൽ ഇത്തിരി കൂടി ഡാർക്കറായിട്ടുള്ള പോർഷൻസ് ഞാൻ പറയുന്നത്, ചിരിക്കണ പോർഷൻസ് ആകുമ്പോൾ ആ കോർണേഴ്സിൽ നല്ല ഡാർക്കർ പോർഷൻ ഉണ്ടാവും. അവിടെ ബ്രൗൺ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ താഴത്തെ ചുണ്ടും ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ലിപ്സ് നമ്മൾ കളർ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. പിന്നെ പല്ലിൻ്റെ ഇടയത്തെ പോർഷൻസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഡാർക്കായിട്ട് കൊടുക്കാം. അതിന് അവിടെ ബ്രൗൺ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കണത്. ആ കോർണേഴ്സിലും ഏറ്റവും അറ്റത്തെ കോർണേഴ്സിലൊക്കെ ബ്ലാക്ക് യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഡാർക്കായിട്ടിരിക്കുന്ന പോർഷൻസിൽ ബ്ലാക്ക് യൂസ് ചെയ്യുക, അതുപോലെ ബ്രൗൺ യൂസ് ചെയ്ത് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പല്ലിപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മളധികം അതുമ്പോൾ ഒന്നും ചെയ്യണ്ട. പിന്നെ ഡാർക്കറായിട്ടുള്ള പോർഷൻസൊക്കെ ഡാർക്കറായിട്ട് കൊടുത്തിട്ട് തന്നെ നിങ്ങളുടെ ചിലവരെ പല്ല് വരയ്ക്കുമ്പോൾ അത് പൊന്തിരിക്കുന്ന പോലെയൊക്കെ വരും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഷെയ്ഡ് കൊടുക്കാത്തതുകൊണ്ടാണ്. ആ പല്ലിൻ്റെ ഇടയത്തെയും ആ ഒരു ഷെയ്ഡൊക്കെ അതുപോലെ കൊടുത്താലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. അതിതുപോലെ ലൈറ്റ് ബ്രൗൺ യൂസ് ചെയ്യാം, അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ കൊടുത്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അത് കറക്റ്റായിട്ട് വരും. ചിലവരുടെ അത് ആ ഷെയ്ഡ്സ് കറക്റ്റായിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് അത് ശരിയായിട്ട് വരാത്തത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഷെയ്ഡ്സ് കൊടുത്തെടുക്കുക. ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ യൂസ് ചെയ്തിട്ട്
ആ പല്ലിൻ്റെ ഇടയത്തെയും പിന്നെ പല്ലിൻ്റെ മുകളിൽ ആ കോർണേഴ്സിൽ അവിടേക്കുള്ള ഷാഡോസൊക്കെ കറക്റ്റായിട്ട് കൊടുത്തെടുത്താൽ നിങ്ങളുടെ പല്ല് കറക്റ്റായിട്ട് തന്നെ വരും. ഇനി നെക്സ്റ്റ് നമുക്ക് ആ ഫേസിൻ്റെ ബാക്കി പോർഷൻസ് കൂടി കളർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഒരു കമ്മലും കൂടി ഉണ്ട്. ആ കമ്മൽ നമ്മൾ ഇവിടെ യെല്ലോയും പിന്നെ ബ്രൗണും യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്തെടുക്കണേ. അപ്പോൾ അത്ര ഡീറ്റെയിലും കൊടുത്തെടുക്കണില്ല, ജസ്റ്റ് കൊടുത്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം ഇനി നമുക്ക് സാരിയും കൂടി ഒന്ന് കളർ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ സാരിക്ക് ഒരു റെഡ് കളറാണ്. അപ്പോൾ ആദ്യം ഓറഞ്ച് വെച്ചിട്ടൊന്ന് ബേസ് കൊടുത്തിട്ട് പിന്നെ റെഡ് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ താഴെ ഒരു യെല്ലോ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഡിസൈൻ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇൻഡൻറ്റിങ് മെത്തേഡ് വെച്ചിട്ട് ആദ്യം പാന് വെച്ചിട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ യെല്ലോ വെച്ച് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് ഉള്ളിൽ റെഡ് ചെറുതായിട്ട് ഒരു റെഡ് ഷെയ്ഡും കൊടുത്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഫേസിൻ്റെ ഷെയ്ഡിങ്ങും അതുപോലെ ഹെയറും എല്ലാം ഓൾമോസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആർട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.